ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് WTO കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. WTO എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, അതിൻ്റെ വരവ്, അതുപോലെ പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റ്സ്, അതുപോലെ തന്നെ എന്താണ് WTOയുടെ ട്രേഡ് ലിബറലൈസേഷൻ ഫ്രണ്ടിലുള്ള ഡെവലപ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ആ ഒരു ഇൻപുട്ട് വെച്ച് നമുക്ക് ഇന്ത്യയും WTOയും തമ്മിൽ ഉള്ള ആ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ WTO എത്രമാത്രം ഇന്ത്യൻ ഇക്കോണമിയെ സ്വാധീനിക്കുന്നു, WTO ഡിസ്കഷനിൽ ഇന്ത്യയുടെ നിലപാടെന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ് നോക്കും. ഓക്കെ, എന്താണ് ഇന്ത്യ ആൻഡ് ദി WTO. Okay, and we saw that and we discussed as well, India is a key negotiator in the WTO trade negotiations. Okay, whatever may be the subject matter that comes under discussion, India is a key negotiator. As a prominent developing economy, India is actively engaged in the negotiation broadly to ensure the interest of the developing countries. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് മാത്രമല്ല, ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഇൻട്രസ്റ്റും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് WTO നെഗോസിയേഷൻസ് നടത്തുന്നത്. As the lead player in trade discussions, India has strived to ensure the primacy for the issues related to developing countries, including DDA. നമ്മൾ DDA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞില്ല, ഞാനിപ്പോൾ അത് പറയാം. നമുക്കിപ്പോൾ കാണാതെ ഓക്കെ. അപ്പോൾ പ്രൈമസി, ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഇഷ്യൂസിന് പ്രൈമസി കിട്ടാനാണ് ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് ഇൻക്ലൂഡിങ് DDA എന്ന് പറഞ്ഞാൽ ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ട. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഒന്നുമല്ല, മറിച്ച് നമുക്കറിയാം WTO അതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് മിനിസ്റ്റീരിയൽ കോൺഫറൻസസ് വഴിയാണ്. എല്ലാ 2 വർഷവും സാധാരണ മിനിസ്റ്ററി കോൺഫറൻസ് നടക്കും. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ 2 വർഷം നടന്നില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ജനീവയിൽ 2021 ഡിസംബർ മാസം ജനീവയിൽ എന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തിന് ശേഷം WTO അടുത്ത മിനിസ്റ്ററി കോൺഫറൻസ് വരിക തന്നെ ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ കണ്ടല്ലോ, ഓരോ മിനിസ്റ്ററി കോൺഫറൻസ് 2 വർഷത്തിൽ ഒരിക്കലാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കപ്പെടുക. അതിലൊരു മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആയിരുന്നു ദോഹ മിനിസ്റ്റീരിയൽ കോൺഫറൻസ്. 2001 ദോഹ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടന്നത്. ആ മിനിസ്റ്റീരിയൽ കോൺഫറൻസിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് WTO ചില വാഗ്ദാനങ്ങൾ കൊടുത്തു, ചില കൺസെഷൻസ് കൊടുത്തു. നമുക്കതിന് കൺസെഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ WTOയുടെ ഫ്രെയിം വർക്കിൽ അവയൊന്നും കൺസെഷൻ അല്ല, ഡെവലപ്പിംഗ് കൺട്രീസിന് കൊടുക്കുന്ന നമ്മളൊരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് നമുക്കറിയാം, കൺസെഷനേക്കാൾ ഉപരി. അപ്പോൾ അങ്ങനെ പല ഏരിയയിൽ, ഒന്ന് ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, എഗ്രിമെൻ്റ്, അഗ്രികൾച്ചറിൽ, പിന്നെ സ്പെഷ്യൽ ആൻഡ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള പല ഏരിയയിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് ചില കൺസെഷൻസ് ദോഹ മിനിസ്റ്ററി കോൺഫറൻസ് കൊടുത്തു. അതുകൊണ്ട് ആ കൺസെഷൻസിനെ ഒരുമിച്ച് നമ്മൾ ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ട എന്ന് പറയും. എന്താണ് ഡെവലപ്മെൻറ്റ് അജണ്ട? ഇപ്പം ഡെവലപ്പിംഗ് കൺട്രീസിന് കൊടുത്ത ആ ഗ്രൂപ്പ് ഓഫ് കൺസെഷൻസിനെയാണ് നമ്മൾ ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ട എന്ന് പൊതുവെ വിളിക്കുന്നത്. അപ്പം ഡെവലപ്പിംഗ് കൺട്രീസിന് കൊടുത്ത കൺസെഷൻ, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തൊരു പ്രയോറിറ്റി ട്രേഡ് ഇഷ്യൂസിൽ, അതിനെയാണ് ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ട എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് DDA became the major trade liberalization theme during the last decade. കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് ലിബറലൈസേഷൻ തീം തന്നെയായിരുന്നു DDA, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സിമിലർലി, ഇന്ത്യ വാസ് സക്സസ്ഫുൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ് എ ഫുഡ് സെക്യൂരിറ്റി ഗ്രൗണ്ട്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യ നമ്മൾ പറഞ്ഞു, അതായത് വളരെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് റേഷൻ കടകളിൽ കൂടെ ഫുഡ് സപ്ലൈ കൊടുക്കുമ്പോൾ, അങ്ങനെ ഫുഡ് മെറ്റീരിയൽസ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതിനാണ് പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ് ഓഫ് ഫുഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പ്രൊക്യൂർ ചെയ്തു ഫുഡ്, പിന്നെ അത് സ്റ്റോക്ക് ചെയ്തു. എവിടെ സ്റ്റോക്ക് ചെയ്തു? FCI സ്റ്റോക്ക് ചെയ്തു. പിന്നെ അത് അവിടെ വിട്ടു PDC കൂടെ, TPDS എന്ന് പറയും, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൂടെ അത് പാവപ്പെട്ട ആൾക്കാർക്ക് അത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊരു ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അതിനെ ആണ് നമ്മൾ പൊതുവെ പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ് ഓഫ് ഫുഡ് എന്ന് പറയാം. അപ്പം പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ്, ഇപ്പോൾ ഫുഡ് പാവപ്പെട്ട കൊടുക്കാൻ വേണ്ടി ഫുഡ് സ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ കൊടുക്കുന്ന സബ്സിഡി, നമ്മുടെ ഇവിടെയാണെങ്കിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് ഡിക്ലെയർ ചെയ്ത് പ്രൊക്യൂർ ചെയ്യുന്ന സംഭരിക്കുന്ന ഫാർമേഴ്സിന് വില കൊടുത്ത് സംഭരിച്ച് പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്ന ആ മെത്തേഡാണ് ശരിക്കും പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഫുഡ് സെക്യൂരിറ്റി പർപ്പസ് എന്ന് പറഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്
നമ്മൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഫുഡ് സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ സബ്സിഡി കൊടുക്കേണ്ടി വരും. ആ സബ്സിഡി WTO പറയുന്ന ഒരു പരിധിക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അത് റെഡ്യൂസിബിൾ സബ്സിഡിയാണ്. അപ്പോൾ ഇന്ത്യയുടെ സബ്സിഡി റെഡ്യൂസിബിൾ സബ്സിഡിയാണെന്ന് പറഞ്ഞത്. ആ റെഡ്യൂസിബിൾ സബ്സിഡി കൊടുക്കാൻ ഇന്ത്യയെ അനുവദിക്കണം എന്ന് WTO ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് അതാണ് അഗ്രികൾച്ചറിൽ. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി റൈസിംഗ് ടൈഡ് ഓഫ് പ്രൊട്ടക്ഷനിസം. സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്നുകൂടെ റീഡ് മോഡിലിടാം. ചൂട് നമ്മൾ താഴോട്ടിട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. അപ്പോൾ നമുക്ക് മുകളിലേക്ക് വരാം. ഓക്കെ, സോ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് റൈസിംഗ് ടൈഡ് ഓഫ് പ്രൊട്ടക്ഷനിസം. നമ്മൾ ലോകത്തിലെല്ലാം പ്രൊട്ടക്ഷനിസം ആണല്ലോ. അത് ട്രംപിന് ശേഷമാണ് ഈ പ്രൊട്ടക്ഷൻ ഇങ്ങനെ വരുന്നത്. ആൻഡ് റിഫോം മൂവ്സ് ഇൻ ദ WTOയിൽ ഭയങ്കര റിഫോം ഒക്കെ നമ്മൾ പറഞ്ഞു. WTO റിഫോം ചെയ്യണം, ഡിസിഷൻ മേക്കിംഗ് കൺസെൻസസിൻ്റെ ബേസിൽ എടുക്കുന്നത്, അങ്ങനെ ഒരു മെത്തേഡ് വർക്കൗട്ട് ചെയ്യല. അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിലുള്ള DSP ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോഡിയിൽ റിഫോം ചെയ്യണം. ഇങ്ങനെ പലതരത്തിലുള്ള റിഫോം സ്റ്റെപ്സ് പലരും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള റിഫോം മെഷേഴ്സിനിടയിൽ ഇന്ത്യ ക്യാൻ പ്ലേ ആൻ ആക്റ്റീവ് റോൾ ടു കോൺഫിഗർ ദി WTO ഫ്യൂച്ചർ ഓഫ് WTO ആൻഡ് മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റം. അപ്പോൾ ഇന്ത്യക്ക് ഈ ശ്രമങ്ങൾക്കിടയിൽ ഈ WTO റിഫോം ചെയ്യുന്ന ശ്രമങ്ങൾ, ലോകത്ത് മുഴുവൻ നടക്കുന്ന പ്രൊട്ടക്ഷനിസം, WTOയുടെ മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റം റിജക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യക്ക് WTO റിഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ WTO ഫ്യൂച്ചറെ നിർണ്ണയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ പറ്റും. ഫോളോയിങ് ആർ ഇന്ത്യസ് മെയിൻ ഏരിയാസ് ഓഫ് എൻഗേജ്മെൻറ്റ് വിത്ത് WTOയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നതാണ് പ്രധാനപ്പെട്ട എൻഗേജ്മെൻറ്റ്. അതിൽ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആദ്യം അഗ്രികൾച്ചർ ട്രേഡിനെ പരിഗണിക്കും. ഇന്ത്യസ് പൊസിഷൻ ഇൻ അഗ്രികൾച്ചർ ട്രേഡ് ലിബറലൈസേഷൻ. ഇൻ അഗ്രികൾച്ചർ the demands for the developing countries are to be addressed by understanding non-trade concerns related to agriculture. നമ്മൾ പറഞ്ഞല്ലോ ഫുഡ് സെക്യൂരിറ്റി ഒരു നോൺ ട്രേഡ് കൺസേൺ. അപ്പോൾ അങ്ങനെയുള്ള നോൺ ട്രേഡ് കൺസേൺസ്, ഡെവലപ്മെൻ്റ് ഒരു നോൺ ട്രേഡ് കൺസേൺ, ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും അഗ്രികൾച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവയൊക്കെ WTO പരിഗണിക്കണം. ഡെവലപ്ഡ് കൺട്രീസ് ഷുഡ് സ്റ്റോപ്പ് ബോക്സ് ഷിഫ്റ്റിംഗ്. ബോക്സ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം, പെർമിറ്റ് ചെയ്യാൻ പറ്റിയാത്ത സബ്സിഡികൾ ഡെവലപ്ഡ് കൺട്രീസ് കൊടുക്കുക. WTO പറയുന്നത് ഈ സബ്സിഡി ഒന്നും കൊടുക്കരുത്. എന്നിട്ട് അവ പേര് മാറ്റി പെയിൻ്റ് അടിച്ച് പെർമിറ്റ് ചെയ്യാവുന്ന ഗ്രൂപ്പിലേക്ക് ഇവർ മാറ്റുക. മനസ്സിലായല്ലോ? അതിനെയാണ് നമ്മൾ ബോക്സ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി അവർക്കത് പോസിബിളാണ്, അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള പ്രാക്ടീസ് നടത്തുന്നുണ്ട്. അതൊരിക്കലും നടത്താൻ പാടില്ല. ആൻഡ് അൺലിമിറ്റഡ് ഗ്രീൻ ബോക്സ് സബ്സിഡീസ് ഷുഡ് ബി ബ്രോട്ട് ഡൗൺ. അപ്പോൾ ആ അൺലിമിറ്റഡ് ആയിട്ട് സബ്സിഡി കൊടുക്കാം. അത് ഗ്രീൻ ബോക്സ് സബ്സിഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാണ് ചിലതരം സബ്സിഡികൾ പെർമിസിബിൾ ആണെന്ന് WTO പറയുന്നുണ്ട്. ആ സബ്സിഡി കൊടുക്കാം എന്ന് WTO. ആ സബ്സിഡി ഭയങ്കരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രേഡിനെ അത് ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട്. ട്രേഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ അഗ്രികൾച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ അങ്ങോട്ട് വരുന്ന ഇമ്പോർട്ടിനെ ഒഴിവാക്കാനും ഈ ഗ്രീൻ ബോക്സ് സബ്സിഡി കാരണം പറ്റുന്നുണ്ട്. ഈ ഗ്രീൻ ബോക്സ് സബ്സിഡി ഡെവലപ്ഡ് കൺട്രീസ് കൊടുക്കുന്ന സബ്സിഡിയാണ്. അപ്പോൾ അവ കുറയ്ക്കണം. ഡെവലപ്പിംഗ് കൺട്രീസ് ഷുഡ് ബി അലൗഡ് ടു യൂസ് സ്പെഷ്യൽ സേഫ് ഗാർഡ് മെഷേഴ്സ് ടു ബ്ലോക്ക് ഇഞ്ചുറീസ് ഇമ്പോർട്ട്സ്. ഭയങ്കരമായിട്ട് ഈ ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് വരുന്ന ആ ഇമ്പോർട്ടിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയ സ്പെഷ്യൽ സേഫ് ഗാർഡ് മെഷേഴ്സ് കൊടുക്കാൻ ഡെവലപ്പിംഗ് കൺട്രീസിനെ അനുവദിക്കണം. പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ് ഫോർ ഫുഡ് സെക്യൂരിറ്റി പർപ്പസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ പെർമിസിബിൾ സബ്സിഡി. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, തീരെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് പ്രൊക്യൂർ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ പ്രൊക്യൂർ ചെയ്ത് റേഷൻ കടയിൽ കൂടെ PDS എന്ന് പറയും, ആ റേഷൻ കടയിൽ കൂടെ ആ ഫുഡ് മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ അങ്ങനെ വരുന്ന സബ്സിഡിയെ പെർമിസിബിൾ സബ്സിഡി ആയിട്ട് WTO കൂട്ടണം എന്ന് പറഞ്ഞാൽ അവയെ അനുവദിക്കണം. ഓക്കെ, അവയെ അനുവദിക്കണം. നൗ ദാറ്റ് ഈസ് അബൌട്ട് the first condition. Okay, first the major demand from India that is related to agriculture. The developed countries shall fulfill Doha Development Agenda. നമ്മൾ പറഞ്ഞാണ് അവ ഡെവലപ്മെൻറ്റ് കൺട്രീസ് അംഗീകരിക്കണം. പ്രൈമസി ടു ദി കൺസേൺസ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ഷുഡ് ബി ഗിവൺ ആൻഡ് ദി DDI ഷുഡ് ബി റെസ്പെക്റ്റഡ് ഇൻ ഫ്യൂച്ചർ ഡിസ്കഷൻസ്. ഓക്കെ, ദെൻ റിമൂവൽ ഓഫ് ട്രേഡ് ഡിസ്റ്റോർഷൻസ് ബൈ ദി ഡെവലപ്ഡ് കൺട്രീസ് ട്രേഡ് ഡിസ്റ്റോർഷൻസ് എടുത്ത് മാറ്റണം. പലതരത്തിലുള്ള ട്രേഡ് ഡിസ്റ്റോർഷൻസ് ഉണ്ട്. ദർ ഇസ് എ നീഡ് ടു എലിമിനേറ്റ് ഓൾ ഫോംസ് ഓഫ് എക്സ്പോർട്ട് സബ്സിഡീസ്. ഡെവലപ്ഡ് കൺട്രീസിൽ ഏറ്റവും വലിയ പ്രാക്ടീസ് അവർ ഭയങ്കരമായിട്ട് അഗ്രികൾച്ചർ സബ്സിഡി കൊടുക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ അതിനുമായിട്ട് ബന്ധപ്പെട്ട സബ്സിഡി അല്ല ഇത് എക്സ്പോർട്ട് സബ്സിഡിയാണ്. എക്സ്പോർട്ട് ചെയ്യുന്ന സംഭവം ഉദാഹരണം ലോകത്തിലെല്ലാം ഒരു ഐറ്റത്തിന് 10 രൂപയെന്ന് വിചാരിച്ചു. ഡെവലപ്ഡ് കൺട്രീസിൽ അത് 15 രൂപയെന്ന് വിചാരിച്ചു. കോട്ടൺ പോലെയുള്ള ഐറ്റങ്ങൾ
കോട്ടൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ക്ലൈമറ്റ് ശരിക്കില്ല നന്നായിട്ട്. ഡെവലപ്പിംഗ് കൺട്രീസാണ് കോട്ടൺ സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ കേട്ടോ. അപ്പം ഇവരവിടെ 15 രൂപയാണ് അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡെവലപ്ഡ് കൺട്രീസിൽ. എന്നിട്ട് അവർ 6 രൂപ സബ്സിഡി കൊടുക്കും. അപ്പോൾ എക്സ്പോർട്ടേഴ്സിന് അത് 9 രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. 9 രൂപയ്ക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ 10 രൂപയാണ് അവിടെ വിലയെങ്കിൽ 9 രൂപ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് 9 രൂപയുടെ കോട്ടൺ എല്ലാവരും മേടിക്കും. അപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 10 രൂപ, ഡെവലപ്പിംഗ് കൺട്രീസിൽ 9 രൂപ, ശരിയല്ലേ? അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 10 രൂപ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഡെവലപ്ഡ് കൺട്രീസ് 15 രൂപ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ 15 രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരത് 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 9 രൂപയ്ക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് വിൽക്കാൻ അവർക്ക് പറ്റുന്ന ഇവർ എക്സ്പോർട്ട് സബ്സിഡി കൊടുക്കുന്നുണ്ടാണ്. അങ്ങനെയുള്ള എക്സ്പോർട്ട് സബ്സിഡിയിലൂടെ പലരും എക്സ്പോർട്ടേഴ്സായി മാറുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്പോർട്ട് സബ്സിഡി വേണ്ടെന്ന് നോക്കണം. ഇതിന് ക്രെഡിബിൾ ടൈം ഫ്രെയിം ആൻഡ് സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ട്രേഡ് ഡിസ്റ്റോർട്ടിങ് ഡൊമസ്റ്റിക് സപ്പോർട്ട്. ഡൊമസ്റ്റിക് സപ്പോർട്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഡൊമസ്റ്റിക് സബ്സിഡി കുറയ്ക്കണം. ഓക്കെ, ദെൻ ബെറ്റർ ഇംപ്ലിമെൻറ്റേഷൻ ബൈ ദി ഡെവലപ്ഡ് കൺട്രീസ് നീഡഡ്. ഇംപ്ലിമെൻറ്റേഷൻ അന്ന് ഓൾറെഡി അഗ്രീഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ ഭംഗിയായിട്ട് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇൻ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ഡൊമസ്റ്റിക് സപ്പോർട്ട് കട്ട്സ് വേരിയസ് ഡിസിപ്ലിൻസ് ആൻഡ് മോണിറ്ററിംഗ് സ്റ്റെപ്സ് ആർ ടു ബി ഇൻട്രൊഡ്യൂസ് ടു എൻഷുർ ബെറ്റർ ഇംപ്ലിമെൻറ്റേഷൻ. ഇവർ നന്നായിട്ട് സബ്സിഡി കട്ട് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോണിറ്ററിങ് നടത്തണം. ഓക്കെ, ദെൻ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റി ഓഫ് ദി WTOക്ക് എന്തുണ്ട്? ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റി ഉണ്ട്. ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെ ആയിരിക്കും WTO. ട്രേഡ് ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റാണ് ട്രേഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് WTOയ്ക്ക് ഒരു ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റി ഉണ്ട്. WTO ഷുഡ് ഫോളോ എ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റി ഇൻ ഇറ്റ്സ് ട്രേഡ് നെഗോസിയേഷൻസ്. ഇറ്റ് ഷുഡ് കണ്ടിന്യൂ ടു extend the special and differential treatment usually given to the developing countries. Okay, അപ്പോൾ ഈ സ്പെഷ്യൽ ആൻഡ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസും കൊടുക്കണം, ഇൻക്ലൂഡിങ് ഇന്ത്യ. ആൻഡ് എ ടയേർഡ് ഫോർമുല ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണൽ ലോവർ കമ്പൻസേഷൻ ഇൻകം കമ്പയർഡ് ടു ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസ് ടാരിഫ് 10% കൊണ്ട് കട്ട് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസ് ടാരിഫ് 5% കട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു അണ്ടർ ഡെവലപ്ഡാണ്, ഇവർ ഇക്കോണമി അത്ര സ്യൂട്ടബിൾ അല്ല. അതുകൊണ്ട് ഡെവലപ്ഡ് കൺട്രീസിന് ഭയങ്കര കോമ്പറ്റീറ്റീവിലിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് ടാരിഫ് 10-20 കട്ട് ചെയ്യാം ശതമാനം കണ്ട്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് 5% കുറഞ്ഞ ശതമാനം മാത്രമേ ഡെവലപ്പിംഗ് കൺട്രീസിനുള്ള ടാരിഫ് കട്ട് ചെയ്യാൻ പറയാവുള്ളൂ. ഇനി സ്പെഷ്യൽ സേഫ് ഗാർഡ് മെഷേഴ്സ്. അഗ്രികൾച്ചർ ഹോൾസ് ക്രിട്ടിക്കൽ റോൾ ഇൻ അവർ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഫോർ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ, അഗ്രികൾച്ചർ പോളിസി ഷുഡ് സപ്പോർട്ട് ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇൻക്ലൂഡിംഗ് പോവർട്ടി റിഡക്ഷൻ, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ലൈവ്ലിഹുഡ് കൺസേൺ, ജീവിതം. അപ്പോൾ അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി, പോവർട്ടി റിഡക്ഷൻ, ഇതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഡെവലപ്പിംഗ് കൺട്രീസ്. അതുകൊണ്ട് അഗ്രികൾച്ചർ ട്രേഡ് ലിബറലൈസേഷൻ ആ ഡയറക്ഷനിൽ പോകണം. WTO ഷാഡ് ഇൻട്രൊഡ്യൂസ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് സ്പെഷ്യൽ പ്രൊഡക്റ്റ് പ്രൊവിഷൻസ് or negative list and special safeguard mechanism against likely import search. ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് വരുന്ന ഇമ്പോർട്ടിനെതിരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പെഷ്യൽ സേഫ് ഗാർഡ് മെക്കാനിസം ഡെവലപ്പിംഗ് കൺട്രീസിന് WTO അനുവദിച്ചു കൊടുക്കണം, ഇതുവരെ ഇല്ലാതെ. ദി ഡെവലപ്ഡ് കൺട്രീസ് ഷുഡ് അഡ്രസ് ദി ഡെവലപ്മെൻറ്റ് ക്യാരക്ടർ ഓഫ് ദി അഗ്രികൾച്ചർ ഇൻ ഡെവലപ്പിംഗ് വേൾഡ്. ഇപ്പോൾ ഡെവലപ്പിംഗ് ലോകത്തിൽ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് സ്വഭാവം ഡെവലപ്ഡ് കൺട്രീസ് അംഗീകരിച്ച് തരണം. അപ്പോൾ അങ്ങനെ ഒരു കൺസെഷൻ കിട്ടണം നമുക്ക്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അഗ്രികൾച്ചർ സെക്ടർ. നമ്മൾ ഇനിയും ആ കാര്യങ്ങൾ നമ്മൾ നോക്കുമായിരിക്കും മറ്റ് ഡിമാൻഡുകളും. പക്ഷേ അടുത്ത സർവീസ് സെക്ടർ ട്രേഡ് ലിബറലൈസേഷൻ ഷുഡ് ഗെറ്റ് മോർ മൊമെൻറ്റം. ദി ഡെവലപ്ഡ് കൺട്രീസ് ഷുഡ് റിമൂവ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി മൂവ്മെൻറ്റ് ഓഫ് നാച്ചുറൽ പേഴ്സൺ. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളും മറ്റ് രാജ്യങ്ങളിൽ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് വരുമ്പോൾ അവരെ വിസ റെസ്ട്രിക്ഷൻസ് അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ട് എൻട്രിയെ ബ്ലോക്ക് ചെയ്യരുത്. ഡെവലപ്ഡ് കൺട്രീസ് ഷുഡ് അലോ സ്കിൽഡ് പേഴ്സൺസ് ഫ്രം ദി ഡെവലപ്പിംഗ് കൺട്രീസ് ടു വർക്ക് ദെയർ. ഓക്കെ, ദെൻ പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻ. The WTO should allow public stock and food grains for food security purpose. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെ ഫുഡ് സൂക്ഷിച്ച് സബ്സിഡി കൊടുക്കാനുള്ള പെർമിഷൻ WTO കൊടുക്കണം. ഇന്ത്യ ആൻഡ് ദി ന്യൂ ഇഷ്യൂസ്. ദി ഡെവലപ്ഡ് കൺട്രീസ് ഷുഡ് ഇംപ്ലിമെൻറ്റ് ഓൾറെഡി അഗ്രീഡ് ഇഷ്യൂസ് ഇൻ എ ഫെയർ മാനർ ബിഫോർ ബ്രോഡനിങ് ദി ട്രേഡ് അജണ്ട ബൈ ഇൻട്രൊഡ്യൂസിങ് ന്യൂ ഇഷ്യൂസ്. ന്യൂ ഇഷ്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ട്രേഡ് അജണ്ട ബ്രോഡൻ ചെയ്യുന്നതിന് മുമ്പ് നിലവിലുള്ള ഇഷ്യൂ ഭംഗിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ദെൻ ട്രിപ്സ് വേവർ ഓൺ വാക്സിൻ ടെക്നോളജി. India demand that developed countries should allow exemption to TRIPS in transferring the COVID vaccine technology to the firms of developing countries. Developing countries-ലെ ഫേംസിന് കോവിഡ് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പം ട്രിപ്സ് പറയുന്ന പല നിയമങ്ങളും നമ്മൾ വേവ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വേവ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. ഓക്കെ, then India ratified the Buenos Aires G20 consensus that called for the reform of the WTO. On dispute settlement body, India is against the continuation of the stalemate on the appointment of judges in the DSP. ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോഡിയിൽ അമേരിക്ക കാരണം പുതിയ ജഡ്ജസും വരുന്നില്ല, ആ ബോഡി പ്രവർത്തിക്കുന്നില്ല. അതിനെതിരെ ഇന്ത്യ അത് പാടില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. WTO റിഫോം ഭംഗിയായിട്ട് നടപ്പിലാക്കണം, പക്ഷേ അവിടെ ഒരു കൺസെൻസസ് വേണം. ഓക്കെ,
ദെൻ WTO ആൻഡ് ഇന്ത്യൻ അഗ്രികൾച്ചർ. നമ്മളിനി പറഞ്ഞല്ലോ അഗ്രികൾച്ചറിൽ ഒരു പ്രത്യേക എന്തുണ്ട്, ഇന്ത്യക്ക് ഒരു പ്രത്യേക ഡിമാൻഡുണ്ട് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. സർവീസസും അഗ്രികൾച്ചറിലും ഇന്ത്യക്ക് പ്രത്യേകിച്ചായിട്ടുള്ള ചില കൺസേൺസ് ഉണ്ട്. സർവീസിലെ കാര്യം നമ്മൾ ഓൾറെഡി ജസ്റ്റ് പറഞ്ഞു. അഗ്രികൾച്ചറിൽ നമുക്കൊന്ന് എലാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദി എഗ്രിമെൻറ്റ് അഗ്രികൾച്ചർ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്രിമെൻറ്റ് ഓൺ അഗ്രികൾച്ചർ. ഓക്കെ, the agreement on agriculture as an international trade regime is powerful enough to influence the welfare of the domestic agriculture sector in every country, especially in India. Agriculture support in the form of subsidies in India was slow till the launch of the food security program. Export subsidies insignificant. In the case of agriculture tariff, India has a fairly high level of tariff. Because of these mixed impacts, India has adopted a cautious approach in agriculture trade liberalization. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിക്സഡ് സിറ്റുവേഷൻ ഇന്ത്യ ടാരിഫ് ഭയങ്കര കൂടുതലാണ് അഗ്രികൾച്ചർ ഇമ്പോർട്ടിനെതിരെ. കാരണം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ അതുപോലെ ഇന്ത്യ എക്സ്പോർട്ട് സബ്സിഡി ഇല്ല. വേറൊരു കാര്യം, ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഫുഡ് സെക്യൂരിറ്റി ഉറപ്പാക്കാൻ വേണ്ടി ഒരു ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന് സബ്സിഡി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റസ്കോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ. ആ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ അഗ്രികൾച്ചർ ട്രേഡ് ലിബറലൈസേഷനെ കുറിച്ചുള്ള നമ്മുടെ നിലപാടുണ്ട്. On the other hand, several developing countries including Brazil, South Africa and Argentina arguing for faster liberalization of agriculture and pressing for subsidy cuts from the developed countries. പല രാജ്യങ്ങളും പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസ് പോലും ആരൊക്കെയാണ്? ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, അർജന്റീന അഗ്രികൾച്ചർ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാവില്ല. ഇവയെല്ലാം എന്ന് പറയുക ഡെവലപ്ഡ് കൺട്രീസിനോട് ടാരിഫ് കട്ട് ചെയ്യാൻ പറയുക. They hope that further liberalization will enhance their export prospects. ഇവരെല്ലാം പ്രതീക്ഷിക്കുന്ന അറിയും ഇനി അഗ്രികൾച്ചർ ട്രേഡ് ലിബറലൈസ് കഴിഞ്ഞാൽ ടാരിഫ് കട്ട് ചെയ്ത എല്ലാ രാജ്യങ്ങളും ഇവരുടെ എക്സ്പോർട്ട് പ്രോസ്പെക്റ്റ് കൊടുക്കും. The least developing countries also hope that they can use the advantage of the concessional treatment in trade liberalization by the developed countries, and advanced developing countries like India and China are further enhanced. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്ന ഡെവലപ്പിംഗ് പാവപ്പെട്ട രാജ്യങ്ങൾ അവർ പറയുന്ന ഇന്ത്യൻ ചൈനയും പോലുള്ള രാജ്യങ്ങൾ പോലും ട്രേഡ് ലിബറലൈസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണം അഗ്രികൾച്ചറിൽ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കൺസെഷണലായിട്ട് എക്സ്പോർട്ട് നടത്താൻ പറ്റും, അതായത് ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങൾക്ക്. അപ്പോൾ ഇവരെല്ലാം പൊതുവേ ഇന്ത്യ ഒരു ട്രേഡ് ലിബറലൈസേഷന് എതിരാണ് അഗ്രികൾച്ചറിൽ. അത്ര ഭയങ്കര ഉത്സാഹമില്ല, അത് എതിരുന്നതിനേക്കാൾ ഉത്സാഹമില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ഭയങ്കര പ്രിക്കറീസ് ആണ്, സെൻസിറ്റീവ് ആണ്, വൾണറബിളാണ് ട്രേഡിനെതിരെ. അതുകൊണ്ട് അത്ര ട്രേഡ് ലിബറലൈസേഷൻ അത്ര പോസിറ്റീവായിട്ട് എഫേർട്ട് ഇന്ത്യ എടുക്കുന്നില്ല. നേരെ തിരിച്ച് പല രാജ്യങ്ങളും അത് ലിബറലൈസ് ചെയ്യണമെന്നുള്ള ആശക്കാരാണ്. ഡെവലപ്ഡ് കൺട്രീസ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻ മാറ്റണം. ഇന്ത്യ അതും പറയുന്നുണ്ടെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് ട്രേഡ് റെസ്ട്രിക്ഷൻ മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ നമുക്ക് ആ നിലപാട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദെൻ വെൽഫെയർ ഓഫ് സബ്സിസ്റ്റൻസ് ഫാമേഴ്സ്, അതാണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും വലിയ വിഷയം. ദ മെയിൻ കൺസേൺ വൈൽ ലിബറലൈസിങ് അഗ്രികൾച്ചർ sector is the safety of the subsistence farmers. Cheap imports from the countries having surplus land and extensive farming. What is extensive farming? You are having big land holding size. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ത്യയിലെ ലാൻഡ് ഹോൾഡിംഗ് സൈസ് നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഏക്കറുള്ള ഫാമേഴ്സാണ്, താഴെയുള്ള ഫാമേഴ്സാണ് ഒരു 88%. അപ്പോൾ നേരെ ഏക്കർ കേട്ടോ. പിന്നെ അതേസമയം വിദേശത്തൊക്കെയാണെങ്കിൽ 1800 ഏക്കർ തൊട്ട് 5000 ഏക്കറൊക്കെയാണ് ലാൻഡ് ഹോൾഡിങ്. അപ്പോൾ അവിടെ എക്സ്റ്റൻസീവ് ഫാമിങ്, അവിടെ ഇഷ്ടംപോലെ പ്രൊഡ്യൂസ് ചെയ്യും. അതെല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമായിരുന്നു, നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. വിൽ ഡിപ്രൈവ് ദി ഇൻകം ഓഫ് ദി ഡൊമസ്റ്റിക് സബ്സിസ്റ്റൻസ് ഫാമേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇന്ത്യയിലെ സബ്സിസ്റ്റൻസ് ഫാമേഴ്സിൻ്റെ ഇൻകത്തെ കുറച്ച് കളയും. ലിബറലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ട്രേഡ് ആസ് വെൽ ആസ് ഇമ്പോർട്ട്സ് വിൽ അഫക്ട് 50% ഓഫ് ദി പോപ്പുലേഷൻ ഫോർ ഹൂം അഗ്രികൾച്ചർ ഈസ് ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റി. ഇന്ത്യയെ സംബന്ധിച്ചോളം 50% ആൾക്കാർ അഗ്രികൾച്ചർ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അഗ്രികൾച്ചർ ലിബറലൈസ് ചെയ്യാൻ നമ്മളെ ഫാമേഴ്സിനെ സംബന്ധിച്ചോളം പിടിച്ച് നിൽക്കാൻ പറ്റാതെ വരും. Then food security is another concern. നമുക്ക് ഹെഡിങ് കൂടെ നോക്കാം. ഫുഡ് സെക്യൂരിറ്റി ആൻഡ് WTO incompatibility. Okay, another concern for while liberalizing agriculture trade, the country cannot have any structural dependence on import food. Ensuring food to the sizable population needs sizable government subsidy as well. Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് സെക്യൂരിറ്റി ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കണം. നമ്മൾ ആ സബ്സിഡി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ചോളം ഫുഡ് സെക്യൂരിറ്റി ഉറപ്പാക്കാം. ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ഓഫ് ആക്സസിബിലിറ്റി ടു ആഡിക്വേറ്റ് ഫുഡ് ഗ്രെയിൻസ് എന്നാണ്, ഫുഡ് ഐറ്റംസ് എന്നാണ്. ഫുഡ് ഐറ്റംസിന് ആക്സസിബിലിറ്റി വേണം, കിട്ടണം. അതുപോലെ അത് നമുക്ക് അഫോർഡബിൾ ആകണം. ഇതൊക്കെ പറ്റണമെങ്കിലേ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടഡ് ഫുഡ് കൊടുത്തിട്ട് കാര്യമില്ല, നമ്മൾ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫാമേഴ്സിന് എന്ത് കൊടുക്കണം? സബ്സിഡി കൊടുക്കണം കേട്ടോ. എന്ത് കൊടുക്കണം? സബ്സിഡി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് സബ്സിഡി കൊടുക്കാതിരിക്കാൻ ഇന്ത്യക്ക് പറ്റൂല ഫുഡ് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് WTO പറയുന്ന മെഷേഴ്സ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഫുഡ് സബ്സിഡി ഇന്ത്യയുടെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം WTOയുടെ നിയമം അനുസരിച്ച് ഇൻകമ്പാറ്റബിളാണ്.
ചെയ്യാൻ പറ്റുന്നില്ല. അത് WTO അങ്ങനെ പറയുന്നതിനെതിരാണ്. അതുകൊണ്ട് ആ WTO ഇൻകമ്പാറ്റബിലിറ്റി നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ WTO അതിൻ്റെ നിയമങ്ങളായിട്ട് മോഡിഫൈ ചെയ്യണം. അതാണ് നമ്മുടെ ഡിമാൻഡ്. ഇന്ത്യസ് അഗ്രികൾച്ചർ ട്രേഡ് ലിബറലൈസേഷൻ സ്ട്രാറ്റജി ഇന്ന് നമ്മൾ കാണുന്നത് അഗ്രികൾച്ചർ ട്രേഡ് ലിബറലൈസേഷനിൽ ഇന്ത്യയുടെ നിലപാടെന്ത്? ആസ് ഓൾറെഡി മെൻഷൻ, ദർ ആർ certain structural factors in India that necessitate a cautious approach in opening up agriculture trade. The trade strategy of the country at WTO trade discussions is based on the following concerns. Agriculture is a livelihood opportunity for nearly 50% of the population. For the traditional farming community, agriculture is a way of living. Okay, multi-functionality of agriculture. Agriculture ജീവിതമാർഗം മാത്രമല്ല, ജീവിത രീതിയും കൂടിയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ കർഷകർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവർക്ക് കാർഷിക വൃത്തി എന്ന് പറഞ്ഞാൽ ജീവിത മാർഗം മാത്രമല്ല, പൈസ കിട്ടുന്ന മാർഗം, അവർക്കത് ജീവിത രീതിയാണ്. അങ്ങനെ അവർ ജീവിച്ച് പഠിച്ചു പോയി. അപ്പോൾ അതിന് മാറാൻ പറ്റില്ല. ഹെൻസ് പ്രൊട്ടക്ഷൻ ഓഫ് സബ്സിസ്റ്റൻസ് ഫാമേഴ്സ്. ഹു ആർ സബ്സിസ്റ്റൻസ് ഫാമേഴ്സ്? ദ ഫാമേഴ്സ് ഹു ആർ ദ ലാൻഡ് സൈസ് വിച്ച് ഈസ് ജസ്റ്റ് ഇനഫ് ഫോർ സബ്സിസ്റ്റൻസ്. മനസ്സിലായല്ലോ? സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സാണ് നമ്മൾ അവരെ വിളിക്കുക. ശരിക്കും പറഞ്ഞാൽ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ഇന്ത്യയിലുണ്ട്. 2 ഏക്കറിന് താഴെ ലാൻഡ് ഹോൾഡിംഗ് സൈസ് ഉള്ളവരെ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. WTO അവരെ ലോ റിസോഴ്സ് ഫാമേഴ്സ് എന്നാണ് വിളിക്കുക. ആ ഒരു കാറ്റഗറി നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ഭയങ്കരമായിട്ട് ഇൻകം കുറവായിട്ട്, അഗ്രികൾച്ചറിന് വരുമാനം കുറവായിട്ടുള്ള ഫാമേഴ്സ്, നമ്മളവരെ സബ്സിസ്റ്റൻസ് ഫാമേഴ്സ് എന്ന് വിളിക്കും. ആ ഫാമേഴ്സാണ് ഇന്ത്യയിൽ കൂടുതൽ. ഇന്ത്യയിൽ 88, ശരിക്കും പറഞ്ഞാൽ ഒരു 94% ഫാമേഴ്സും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ ട്രേഡ് ലിബറലൈസേഷൻ നമുക്ക് വളരെ സൂക്ഷിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. Agriculture has development functions. Food security related to food subsidy. Okay. Then poverty is an important socio-economic problem for developing countries such as India. Hence, food subsidy aimed at providing food to the poor should be considered as permissible subsidies. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഫുഡ് ഉറപ്പാക്കുന്ന ഫുഡ് സബ്സിഡിയെ പെർമിസിബിൾ സബ്സിഡി ആയിട്ട് കൂട്ടണം. Then the marginal farmers are the largest farming community in India. Around 90% of Indian farmers are having holding size of less than 2 hectares. Trade may reduce the income of these subsistence farmers. ഇന്ത്യയുടെ ഈ സബ്സിസ്റ്റൻസ് ഫാമേഴ്സിനെ ട്രേഡ് ഭയങ്കര മോശമായിട്ട് സ്വാധീനിക്കും. അതുകൊണ്ട് അഗ്രികൾച്ചർ സെക്ടറിൽ ട്രേഡ് ലിബറലൈസേഷൻ ഭയങ്കര സ്ലോ ആയിട്ട് മാത്രമേ, അല്ലെങ്കിൽ കോഷ്യസ് ആയിട്ട് മാത്രമേ ഇന്ത്യക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ദി ഓവറോൾ പൊസിഷൻ ഓഫ് ദി കൺട്രീസ് agriculture trade strategies built upon the welfare of subsistence farmers and priority to food security. In the WTO നമ്മൾ അടുത്ത key Indian demand farm sector trade liberalization. ഇനി ഇന്ത്യയുടെ ഡിമാൻഡ് എന്താണ്? ഇവിടെ നമ്മൾ ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ പറയും. ഇനി ഇന്ത്യയുടെ ഡിമാൻഡ് എന്താണ്? In the WTO trade liberalization discussions, India actively promote the cause of the developing countries and least developing countries. The present area has many shortcomings, and the way the developed countries is implementing it creates injustice to the developed poor countries. Hence, India demanded the following changes in the implementation of the AOI. Okay, agreement agriculture implement ചെയ്യുമ്പോൾ ചില മാറ്റങ്ങൾ ഇന്ത്യ സജസ്റ്റ് ചെയ്തേക്കും. ഓക്കെ, ഒന്ന്, ഫുഡ് സെക്യൂരിറ്റി ഈസ് എ പ്രയോറിറ്റി ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഹെൻസ് ഫുഡ് പ്രൊക്യൂർമെൻറ്റ് ഫോർ ഗിവിംഗ് ഫുഡ് സബ്സിഡി ഷുഡ് ബി ഇൻക്ലൂഡഡ് അണ്ടർ ദി എക്സംപ്റ്റഡ് കാറ്റഗറി. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നതാണ് ഫുഡ് സെക്യൂരിറ്റി ഒരു ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ പ്രയോറിറ്റിയാണ്. അതുകൊണ്ട് ഫുഡ് പ്രൊക്യൂർമെൻറ്റ് അലോ ചെയ്യുമ്പോൾ ഫുഡ് പ്രൊക്യൂർമെൻറ്റ് നടത്താൻ വേണ്ടി ഫുഡ് സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എക്സംപ്റ്റഡ് സബ്സിഡി ആയിട്ട് എന്ന് പറഞ്ഞാൽ പെർമിറ്റ് ചെയ്യാൻ സബ്സിഡി ആയിട്ട് കൂട്ടണം. ഡെവലപ്പിംഗ് കൺട്രീസ് ഓഫറിംഗ് ഡി മിനിമം സപ്പോർട്ട് ഫോർ ഫാമേഴ്സ് ഷാൽ ബി എക്സെൻറ്റ് ഫ്രം റിഡക്ഷൻ കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, മിനിമം സപ്പോർട്ട് ഫുഡ് സെക്യൂരിറ്റി പർപ്പസിന് കൊടുക്കുന്ന രാജ്യങ്ങൾ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള സബ്സിഡി കൊടുക്കാൻ അനുവദിക്കണം. ദി ഡെവലപ്ഡ് കൺട്രീസ് ഹാവ് ടു റെഡ്യൂസ് അഗ്രികൾച്ചർ സപ്പോർട്ട് ഇൻ ദ ഡൊമസ്റ്റിക് അഗ്രികൾച്ചർ സെക്ടർ. ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് കൺട്രീസ് സബ്സിഡി കൊടുക്കുന്നുണ്ട്, ആ സബ്സിഡി കട്ട് ചെയ്യണം. ദി ഡെവലപ്ഡ് കൺട്രീസ് ഷുഡ് സ്റ്റോപ്പ് ബോട്ട് ഷിഫ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഗ്രീൻ ബോക്സ് സപ്പോർട്ട് കൊടുക്കുന്നതിന് ഒരു പരിധി നിശ്ചയിക്കണം. ദി LDC ഷാൽ ഗെറ്റ് സ്പെഷ്യൽ ആൻഡ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ടാരിഫ് റിഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിന് സ്പെഷ്യൽ ആൻഡ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ, സ്പെഷ്യൽ സേഫ് ഗാർഡ് മെക്കാനിസം നമ്മൾ പറഞ്ഞാണ്. ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് നടത്തുമ്പോൾ ആ ഇമ്പോർട്ടിന് നേരെ നമുക്ക് ടാരിഫ് ഏർപ്പെടുത്താൻ പറ്റണം. അങ്ങനെ അതിനെ പറയുന്ന പേരാണ് സ്പെഷ്യൽ സേഫ് ഗാർഡ് മെക്കാനിസം. അത് ഡെവലപ്പിംഗ് കൺട്രീസിന് ഷുഡ് ബി ഇൻ പ്ലേസ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ടു കണ്ടെയ്ൻ ഇഞ്ചുറീസ് ഇമ്പോർട്ട്. സിമിലർലി ദർ ഷുഡ് ബി ലെസ് ദാൻ ഫുൾ റെസിപ്രോസിറ്റി ഇൻ ലിബറലൈസേഷൻ ഇംപ്ലിമെൻറ്റേഷൻ. ട്രേഡ് ലിബറലൈസേഷൻ ഇംപ്ലിമെൻറ്റേഷനിൽ
ഡെവലപ്ഡ് കൺട്രീസ് കടുത്ത ലിബറലൈസേഷൻ നടത്തുമ്പോൾ അത്രയും ലെവലിലുള്ള ലിബറലൈസേഷൻ നടത്താൻ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് പറ്റുമല്ല. അതുകൊണ്ട് ഇന്ത്യയൊക്കെ അല്പം കൂടെ എന്താ പറയുക, മൈൽഡായിട്ടുള്ള ലിബറലൈസേഷൻ, കോഷ്യസ് ആയിട്ടുള്ള പല ഘട്ടങ്ങളിലുള്ള ലിബറലൈസേഷൻ നടത്താനുള്ള ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു കൺസെഷൻ ഇന്ത്യക്ക് കൊടുക്കണം. അല്ലെങ്കിൽ മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ പോലെ മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിനും കൊടുക്കണം. അഗ്രികൾച്ചർ ഇസ് എ മോസ്റ്റ് ഡിസ്പ്യൂട്ടഡ് ട്രേഡ് സബ്ജക്റ്റ് അണ്ടർ WTO. Every country tries to make use of the advantage of its agriculture sector in the context of trade liberalization. For India, agriculture trade liberalization may bring many adverse effects given the dominance of small and large farmers and the need to ensure food security. From the course of the trade discussion and engagement of the country during the last decade, it is obvious that India has several concerns related to agriculture trade compared to the developing peers. മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഭയങ്കരധികം കൺസേൺസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇന്ത്യയിലെ ട്രേഡ് ലിബറലൈസേഷൻ അഗ്രികൾച്ചറിൽ സ്ലോ ആയിട്ടും കോഷ്യസ് ആയിട്ടും നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പെക്യൂലിയാരിറ്റീസ് കൺസിഡർ ചെയ്ത് മാത്രമേ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, so that is about the relationship between India and WTO in the context of the trade liberalization discussions. Okay, thank you.